ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ നിലപാട് തള്ളി വൈസ് പ്രസിഡന്റ് ജഗദീഷ്. അമ്മയുടെ പ്രതികരണം ഇത്രയും വൈകിയതിൽ സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചു. ഇരകളുടെ പേര് ഒഴിവാക്കിയാലും വേട്ടക്കാരുടെ പേര് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. ഒറ്റപ്പെട്ട സംഭവമെന്ന അമ്മയുടെ വിശദീകരണത്തിൽ തനിക്ക് യോജിപ്പില്ലെന്നും വേട്ടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടു. ചില പരിപാടികളുടെ തിരക്കിലായതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതെന്നായിരുന്നു അമ്മയുടെ ഔദ്യോഗിക ന്യായീകരണം. എന്നാൽ അമ്മയുടെ നിലപാട് തള്ളിയ വൈസ് പ്രസിഡന്റ് ജഗദീഷ് ഇക്കാര്യത്തിൽ സംഘടനയ്ക്ക് വീഴ്ച പറ്റിയെന്നും തുറന്നടിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട സംഭവമെന്ന പ്രസിഡന്റിന്റെ വിശദീകരണത്തിൽ തനിക്ക് യോജിപ്പില്ല. ആർക്കെതിരെ പരാതികൾ വന്നാലും സമഗ്രമായ അന്വേഷണം നടത്തണം. വേട്ടക്കാർക്കെതിരെ സംഘടന നടപടി സ്വീകരിക്കണം. സിനിമാ മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ സ്വീകരിച്ച നിലപാട് ജഗദീഷ് സ്വാഗതം ചെയ്തു. അത് അങ്ങനെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഇത് ഇപ്പോൾ പുറത്തുവിടണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കോൾഡ് സ്റ്റോറേജിലായതെന്നൊരു വിശദീകരണമുണ്ട്. ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു രക്ഷപ്പെടലാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ, ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. സിനിമ എന്ന ഒരു മാധ്യമം അത് മാതൃകയായി കാണിക്കേണ്ട, പ്രവർത്തിക്കേണ്ട മേഖലയിൽ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളുണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അമ്മ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. കോടതി പറയുകയാണ് ഇതിൽ ഇന്നാർക്കെതിരെ കേസ് നടപടികൾ അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന് കോടതി പറഞ്ഞാൽ ആ നിമിഷം അച്ചടക്ക നടപടി അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാവും. കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി തീരുമാനമെടുക്കാനിരിക്കെയാണ് അമ്മ ഭാരവാഹികൾക്കിടയിലെ ഭിന്ന സ്വരങ്ങൾ. താരസംഘടനയായ അമ്മയുടെ ഔദ്യോഗിക നിലപാടിലും പല താരങ്ങൾക്കും വിയോജിപ്പുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.